2024-2025 വർഷങ്ങളിൽ PSC നടത്തിയ പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ വിശകലനം ചെയ്യുന്ന സീരീസാണിത്. ഈ പറയുന്ന സീരീസിലെ 8ാമത്തെ ക്ലാസ്സാണിത്. ഇതിനോടകം ചെയ്ത ക്ലാസ്സുകൾ കാണാൻ വേണ്ടി എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്ക് നമ്മൾ ഈ പറയുന്ന വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ക്ലാസ്സിലും ഇനി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാറുണ്ട്. സ്ഥിരമായി ക്ലാസ് കാണുന്നവർക്കറിയാം, അതൊരു പ്രാക്ടീസ് സെഷനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിലും ഇതേപോലെ ഞാൻ തരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ ചോദ്യ പേപ്പറിലെ, അതായത് പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ 29/6/2024 നടന്ന പരീക്ഷ, അതിലെ ഒരു ക്വസ്റ്റ്യനാണിത്. ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ബാഡ് വെതർ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ക്യാൻസൽഡ് എന്നുള്ളതാണ്. അപ്പം ക്യാൻസൽ ചെയ്യുക എന്നുള്ളതിനനുസരിച്ചുള്ള ഫ്രേസൽ വെർബ് ഏതാണ് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് കോമൺ പ്രിലിമിനറി എക്സാം 2024 ഡിഗ്രി ലെവൽ സ്റ്റേജ് 3 ആണ്. അത് ജൂൺ 15-ാം തീയതി നടന്നത്, 2024 ജൂൺ 15-ാം തീയതി നടന്ന പരീക്ഷയിലെ ചോദ്യങ്ങളാണ്. നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്. നോക്കുക, സംതിങ് ഹാപ്പൻഡ് അറ്റ് ദ കോളേജ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതേണ്ടത്? നമുക്കറിയാം എന്താണ്. ആദ്യം നമുക്ക് നോക്കാം, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. ഇപ്പം നെഗറ്റീവ് വേർഡ്സ് ആയിട്ടുള്ള നോ, നെയ്തർ, നൺ, സ്കേഴ്സ്ലി, റെയർലി, ബെയർലി, സെൽഡം, ഓക്കെ, അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മുടെ ടാഗ് പോസിറ്റീവ് ആണ്. ഇവിടെ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സെന്റൻസ് പോസിറ്റീവ് ആണ്. സോ നമ്മുടെ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. നമുക്ക് തന്നിരിക്കുന്ന എല്ലാം നെഗറ്റീവ് ടാഗ്സ് ആണ്. ഇനി നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് തന്നിരിക്കുന്നതിനകത്തെ സഹായക്രിയ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സഹായക്രിയ നേരിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സഹായക്രിയ ഒന്നുകിൽ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഡു ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇപ്പം നമുക്ക് നമ്മുടെ സെന്റൻസിൽ നോക്കി നമുക്ക് സഹായക്രിയ കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ ദാറ്റ് മീൻസ് അവിടുത്തെ സഹായക്രിയ ഒന്നുകിൽ ഡു ആയിരിക്കും, അല്ലെങ്കിൽ ഡസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഡ് ആയിരിക്കും. ഡു ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഹാപ്പൻ എന്നേ വരത്തുള്ളൂ. ഹാപ്പൻ എന്നായിരിക്കും വരിക, എന്നുവെച്ചാൽ ആ വെർബിന്റെ യഥാർത്ഥ രൂപമായിരിക്കും വരിക. എന്നാൽ ഡസ് ആണെങ്കിൽ ആ വെർബിനോട് കൂടി എസ്ഒ IESO ചേരും. എന്നാൽ ഡിഡ് ആണെങ്കിൽ ആ വെർബിനോട് കൂടി DO അല്ലെങ്കിൽ EDO അല്ലെങ്കിൽ IEDO വരും. ഇവിടെ നോക്കുമ്പോൾ ഹാപ്പന്റെ കൂടെ ED ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടുത്തെ സഹായക്രിയ ഡിഡ് ആണ്. ഓക്കെ, ഡിഡ് ആണ് ഇവിടുത്തെ സഹായക്രിയ എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഡിഡ് ആണ് നമുക്ക് വേണ്ടത്. ഇനി ഡിഡ് നമ്മൾ പറഞ്ഞു ഇതെന്താണ്, പോസിറ്റീവ് മീനിങ് ഉള്ള സെന്റൻസ് ആണ്. സോ ടാഗ് കൊടുക്കണം, ടാഗ് അല്ല നെഗറ്റീവ് മീനിങ് കൊടുക്കണം. അപ്പം ഡിഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിന്റെ ചെറിയൊരു ഇൻറ്റ് കൊടുക്കണം. അപ്പൊ ഡിഡിൻറ്റ്. ഇനി സംതിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രൊനൗൺ എന്താണ്, ഇറ്റ്. അപ്പൊ ഡിഡിൻറ്റ് ഇറ്റ് എന്നാണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ നോക്കുക, സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, പുട്ട് ഇൻ ദ കറക്റ്റ് പ്രിപ്പോസിഷൻ. നോക്കുക, ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ് ഡാഷ് 8:15 AM. അപ്പൊ എന്താണ്, സമയവുമായി ബന്ധപ്പെട്ടാണ്. സമയത്തിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കും, അറ്റ് ആയിരിക്കും. ഓക്കെ, അറ്റ്. ഇനി സമയത്തിന്റെ മുന്നിൽ അറ്റ് മാത്രമാണോ, നമുക്ക് ഓൺ ഉപയോഗിക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഹി അറൈവ്ഡ് ഓൺ. നമ്മൾ അങ്ങനെ ഓൺ എന്ന് പറയുന്ന ടൈമിന്റെ, ടൈം എന്ന് പറയുന്ന വാക്കിന്റെ മുന്നിൽ നമുക്ക് ഓൺ ഉപയോഗിക്കാം. ഓൺ ടൈം എന്ന് പറയും. എന്നാൽ ഇതേപോലെ സമയം, കൃത്യസമയം കാണിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ് ഉപയോഗിക്കാം. അതിന്റെ മുന്നിൽ നമുക്ക് ബൈ ഉപയോഗിക്കാം. അപ്പൊ ഉദാഹരണത്തിന് ഇവിടുത്തെ ടെൻസ് അല്ലെ, ഇവിടുത്തെ ടെൻസ് ഇപ്പം എന്താണ്, പ്രസന്റ് ടെൻസ്, സിമ്പിൾ പ്രസന്റ് ആണ്. അതിന് പകരം ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം വിൽ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഷാൾ ഹാവ് പ്ലസ് V3 എന്നാണെങ്കിൽ നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത് ബൈ ആയിരിക്കണമായിരുന്നു. എന്നുവെച്ചാൽ 8:15 എത്തപ്പെടും എന്നർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കണം, ടെൻസും കൂടെ നോക്കണം. ഓക്കെ, ഈ ടൈമിന്റെ കൂടെ നമുക്ക് ഓൺ ഉപയോഗിക്കാം, ഇൻ ഉപയോഗിക്കാം. ഓൺ ടൈം, ഇൻ ടൈം. ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യസമയം, ഇൻ ടൈം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ആ സമയത്തിനുള്ളിൽ നടത്തില്ല. ഇതേപോലെ ഒരു പ്രത്യേക ഒരു പോയിന്റ് ഓഫ് ടൈം തരുന്നെങ്കിൽ നമുക്കവിടെ അറ്റോ ബൈയോ ഉപയോഗിക്കാം. അറ്റ് നമ്മൾ ഉപയോഗിക്കേണ്ടത് കൃത്യസമയം, ആ സമയത്ത് എന്ന് പറയുമ്പോഴാണ്. എന്നാൽ ബൈ ഉപയോഗിക്കുന്ന ആ സമയത്തിനുള്ളിൽ. അങ്ങനെ ആ സമയത്തിനുള്ളിൽ എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ടെൻസ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയിരിക്കും. അപ്പൊ അതും കൂടെ മനസ്സിലാക്കുക. കാരണം ഞാൻ എടുത്തു പറയാൻ കാരണം, എല്ലാവരും സമയം കാണുമ്പോൾ ഉടനെ എടുത്ത് അറ്റെഴുതി വെക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ നോക്കണം ഓക്കെ ആണോ എന്ന് നമ്മൾ നോക്കിയിട്ടേ ചെയ്യാവൂ. ഇവിടെ ടെൻസ് മാറി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ബൈ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ആ ബൈ ആയിരിക്കണം നമ്മളിവിടെ എഴുതേണ്ടത്. എന്തായാലും ഭാഗ്യത്തിന് അങ്ങനെ ബൈ എന്നും പറയുന്ന സംഭവം ഇല്ല, അറ്റ് മാത്രമേ ഉള്ളൂ. സോ നമ്മുടെ കറക്റ്റ് ആൻസർ അറ്റാണ്. ഇനി അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ് ഫ്രം ദോസ് ഗിവൺ ആസ് ഓപ്ഷൻസ്. അതായത് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ദ പ്രിൻസിപ്പൽ ഡാഷ് ടു സ്പീക്ക് ടു യു.
ഇപ്പോൾ ഇവിടെ വാണ്ടിന്റെ പല പല ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. വാണ്ട് എന്ന് പറയുന്ന വെർബിന്റെ പല പല ഫോംസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വാണ്ട്, നോ, സീ, അങ്ങനെയൊക്കെയുള്ള ടേസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള വെർബുകൾ നമ്മുടെ ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ അവയൊക്കെ ഒരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ പറയത്തില്ല. കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ പറയത്തില്ല. ING ഫോമിൽ പറയും, ബട്ട് കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ പറയത്തില്ല. അതായത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടോ, പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ടോ, ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ടോ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടോ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടോ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ടോ പറയത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വരാത്ത നമ്മൾ അങ്ങനെയുള്ളതെല്ലാം അവോയ്ഡ് ചെയ്യണം. ഓക്കെ, എപ്പോഴായാലും ഒരു വെർബിന് ടെൻസ് ഫോം വരണമെങ്കിൽ അതിൻ്റെ കൂടെ സഹായക്രിയ വരണം. ഇവിടെ വാണ്ടിങ് എന്ന് മാത്രമേ അത് ശരിയാവത്തില്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലും വരണം. വാണ്ടിങ് നമുക്ക് പറയാൻ പാടില്ല വാണ്ടിന് കൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈസ് വാണ്ടിങ് കളയാം, വാസ് വാണ്ടിങ് കളയാം. അപ്പൊ നമ്മൾ എന്തേ ഉള്ളൂ, വാണ്ട്സ് ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താണ്, പ്രിൻസിപ്പൽ വാണ്ട്സ് ടു സ്പീക്ക് ടു യു, അതായത് നിങ്ങളോട് സംസാരിക്കാൻ പ്രിൻസിപ്പൽ ആഗ്രഹിക്കുന്നു നടത്തില്ല. അപ്പൊ അങ്ങനെ സമയത്ത് നമ്മൾ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാണ്ട്സ് ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ എഴുതാൻ പാടില്ല. ഇനി അടുത്തത്, ടേൺ ദ ഗിവൺ സെന്റൻസ് ഫ്രം ആക്റ്റീവ് വോയിസ് ടു പാസീവ് വോയിസ്. ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നമ്മൾ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പം പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മുടെ പാസീവ് വോയിസിന്റെ വെർബിന്റെ ജനറൽ ഫോം നമ്മൾ മനസ്സിലാക്കുക. ഒരു പാസീവ് വോയിസിന്റെ വെർബിന്റെ ജനറൽ ഫോം എന്തായിരിക്കും, ബി ഫോം, ബിയുടെ രൂപം പ്ലസ് V3 എന്നാണ് വരേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്കിവിടെ ബി ഫോം പ്ലസ് V3 എന്ന് വന്നിരിക്കുന്നത് നോക്കാം. ഇവിടെ ഒക്കെ വാസ് ഓപ്പൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബി ഫോംസ് പ്ലസ് V3 ആണ്. ഇവിടെയും വാസ് ഓപ്പൺ, ഇതും ഓക്കെയാണ്. എന്നാൽ ഇത് രണ്ടും തെറ്റാണ്, കാരണം അവിടെ ബി ഫോംസ് ഇല്ലാത്തതുകൊണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, പാസീവ് വോയിസിന്റെ പ്രത്യേകം എന്താ, പാസീവ് വോയിസിൽ ഒബ്ജക്റ്റ് ആണ് ആദ്യം വരിക. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ബി ഫോം പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് എന്ന് പറയും. ആ രീതി വേണ്ട. അപ്പൊ ഒബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതായത് മേരി എന്ന് പറയുന്ന സബ്ജക്റ്റും ദ ഡോർ എന്ന് പറയുന്ന ഇവിടുത്തെ ഒബ്ജക്റ്റും. അപ്പോൾ ഒബ്ജക്റ്റ് തുടങ്ങിയിരിക്കുന്ന ഏതാ, ഇവിടെ മേരിയിലാണ് തുടങ്ങിയിരിക്കുന്നത്, തെറ്റാണ്, കാരണം സബ്ജക്റ്റ്. അപ്പൊ ദ ഡോർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത് ഏതിരിക്കുന്ന ആണ്, ഇതാണ്. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ മേരി. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ ബെസ്റ്റ് വേ ടു എക്സ്പ്രസ് ദ ഇന്റൻഡഡ് ഐഡിയ ഇൻ ദ ഫോളോയിങ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ലൈക്ക്, ഞാൻ ഇഷ്ടപ്പെടുന്നു, അവളുടെ എന്താണ് കുട്ടിത്ത നിറഞ്ഞ ഫേസ്. അപ്പൊ അങ്ങനെ നമ്മൾ ചിന്തിക്കും ചൈൽഡിഷ് ആണോ ചൈൽഡ് ലൈക്ക് ആണോ. അങ്ങനെ രണ്ട് രീതിയിലുണ്ട്. ചൈൽഡിഷ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം, ഈ പറയുന്ന നമുക്ക് നെഗറ്റീവായിട്ടൊരു ഇംപ്രഷൻ തരുന്നതാണ് ചൈൽഡിഷ്. ബാലിശമായതെന്നാണ് ചൈൽഡിഷിന്റെ അർത്ഥം. എന്നാൽ അതാർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് ഇന്നസെന്റ്, നിഷ്കളങ്കമായത്. അപ്പൊ നിഷ്കളങ്കമായത് എന്ന് അർത്ഥം പറയണമെങ്കിൽ ചൈൽഡ് ലൈക്ക് എന്നാ പറയേണ്ടത്. ചൈൽഡിഷ് എന്ന് പറയുമ്പോൾ ബാലിശവും, ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, നിഷ്കളങ്കതയും. ഇവിടെ അവളുടെ നിഷ്കളങ്കത എനിക്ക് ഇഷ്ടമാണെന്ന് അർത്ഥമില്ല ഉദ്ദേശിക്കുന്നത്, നിഷ്കളങ്കമായ ഫേസ്. അപ്പൊ ചൈൽഡ് ലൈക്ക് എന്നാണ് വരേണ്ടത്. പക്ഷെ ചൈൽഡ് ലൈക്ക് എന്ന് എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും ചൈൽഡിൻ ലൈക്ക് ഞാൻ സ്പേസ് ഇട്ട് എഴുതാൻ പാടില്ല, ഒരുമിച്ച് എഴുതാവും. ഓക്കെ, അപ്പൊ ഇത് ഇവിടെ കറക്റ്റ് ആയിട്ട് വരെ ഇതായിരിക്കും. പക്ഷേ PSC എന്തിരിക്കുന്നു, ഇതിന്റെ സ്പേസ് വന്നതുകൊണ്ട് ആൾക്കാർ ചലഞ്ച് ചെയ്തതുകൊണ്ട് ഇത് ഇവിടെ ആൻസർ ഇല്ല എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ചൈൽഡിഷും ചൈൽഡ് ലൈക്കും തമ്മിലുള്ള വ്യത്യാസം. ചൈൽഡിഷ് എന്ന് പറയുമ്പോൾ ബാലിശമായത്, ചൈൽഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ നിഷ്കളങ്കമായത്. പക്ഷെ ഇത് ഒരുമിച്ചായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സെന്റൻസ്. വാട്ട് എ സൂപ്പർ ഷോ. നോക്കുക, ഏറ്റവും അവസാനം എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അതിൽ കാണുമ്പോൾ നമുക്കറിയാം അതെന്തായിരിക്കും, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. എക്സ്ക്ലമേഷൻ മാർക്കിൽ അവസാനിക്കുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ്, ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നത് ഇന്ററോഗേറ്റീവ് സെന്റൻസ്. ഓക്കെ, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത് സ്റ്റേറ്റ്മെന്റോ ഇംപറേറ്റീവ് ആകാം. സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്ട് എന്നായിരിക്കും. ഇംപറേറ്റീവ് ആണെങ്കിൽ വെർബിലായിരിക്കും തുടങ്ങുക. ഓക്കെ, ഇതിൽ ഇതെന്ന് പറയുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. അടുത്ത യൂസ് ആൻ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ഇവിടെ ശരിയായ ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. നോക്കെ, ഹി ഡിഡ്ന്റ് ഗെറ്റ് ഡാഷ് ജോബ് ഹി അപ്ലൈഡ് ഫോർ. അതായത് അവൻ അപ്ലൈ ചെയ്ത ജോലി അവന് കിട്ടിയില്ലെന്ന്. അപ്പൊ ഈ ജോലി എന്താണ്, ഡെഫിനിറ്റ് ആയിട്ടുള്ള ജോലിയാണ്. ഡെഫിനിറ്റ് ആയിട്ടുള്ളതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിരിക്കണം. സോ ദ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. നമ്മൾ ഓരോ എന്താണ് ക്ലാസ്സിൽ 20 ചോദ്യങ്ങൾ വെച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി 20 ചോദ്യങ്ങൾ ഉണ്ടായത്. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ നോക്കുന്നുള്ളൂ. നോക്കാം, മൈക്കിൾ ഈസ് ഡാഷ് ദാൻ നടാഷ. അപ്പൊ ഇവിടെ എന്താണ്, കമ്പാരിറ്റീവ് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പ്രായത്തേക്കാൾ മൂത്തെന്ന് പറയാൻ നമുക്ക് ഓൾഡർ ഉപയോഗിക്കാം, എൽഡർ ഉപയോഗിക്കാം. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഓൾഡറിന്റെ കൂടെ നമ്മൾ ദാൻ ഉപയോഗിക്കും, എൽഡറിന്റെ കൂടെ നമ്മൾ ടു ഉപയോഗിക്കത്തുള്ളൂ. ഇപ്പോൾ ഓൾഡർ ദാൻ അല്ലെങ്കിൽ എൽഡർ ടു എന്നാണ് പറയേണ്ടത്. ഇവിടെ ഓൾറെഡി ദാൻ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഓൾഡറേ പറ്റത്തുള്ളൂ, എൽഡർ എഴുതാൻ പറ്റത്തില്ല. ഇവിടെ ഓൾഡർ ഏതാണ്, താണ്ട് D എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കാം, ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഈ മനസ്സിലാക്കേണ്ട, ഈ ലുക്ക് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടു പ്ലസ് വെർബ് പ്ലസ് ING ആയിരിക്കണം. അല്ലെ, ടു പ്ലസ് വെർബ് പ്ലസ് ING ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ, ടു ഹിയറിംഗ്. ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ മനസ്സിലാക്കുക, ലുക്ക് ഫോർവേഡ് എന്ന് വന്നു കഴിഞ്ഞാൽ
പിന്നെ ടു ഹിയറിംഗ്, ടു പ്ലസ് വർ പ്ലസ് ING. ഇപ്പൊ അവിടെ അങ്ങനെ വന്നിരിക്കുന്നതാണ്, ഇത് മാത്രമാണ്. ഇനി അടുത്ത് നോക്കാം, റിപ്പോർട്ട് ദ സെന്റൻസ്. ജോഷ സെഡ് ടു മോം ഐ ഹാവ് ബീൻ ഹിയർ. അപ്പൊ ജോഷ ടോൾഡ് മോം, ഐ എന്തായി മാറും, ഹി ആയി മാറും. ഹാവ് എന്താവണം, ഹാഡ് ആവണം. ഹിയർ എന്താവണം, ദെയർ ആവണം. അപ്പൊ ജോഷ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹി ഹാഡ് ബീൻ ദെയർ വന്നിരിക്കുന്ന ഏതാ നോക്കാം. ഇവിടെ ഹി ഹാഡ് ബീൻ ദെയർ, സോറി ഇത് ഹിയർ ആണ്. ഇവിടെ ഒക്കെ ഹി ഹാഡ് ബീൻ ദെയർ. ഇതാണ് കറക്റ്റ് ആൻസർ. ജോഷ ടോൾഡ് മോം ദാറ്റ് ഹി ഹാഡ് ബീൻ ദെയർ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് ഫ്രേസൽ വെർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കുക, കംപ്ലീറ്റ് ദ ഗിവൺ സെന്റൻസ് യൂസിങ് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. നോക്കുക, ഐ അറേഞ്ച് ടു മീറ്റ് ടോണി ഇൻ ദ മോൾ എസ്റ്റർഡേ. അത് ഇന്നലെ ഞാൻ ടോണിയുമായിട്ട് മീറ്റ് ചെയ്യാനുള്ള എല്ലാം ഞാൻ അറേഞ്ച് ചെയ്തിരുന്നു, പക്ഷെ അവൻ വന്നില്ലെന്ന് അർത്ഥമില്ല. അപ്പൊ വരിക എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ടേൺ അപ്പ് ആണ്. എന്റെ കൂടെ ഡിഡിന്റ് ആകുമ്പോൾ വന്നില്ലെന്ന് വരും. ഇവിടെ ടേൺ അപ്പ്, അത് അറൈവ് എന്നാണ് ടേൺ അപ്പിന്റെ ആൻസർ. അപ്പൊ ഇതാണ് മീനിങ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ, ടേൺ അപ്പ്. ഇനി എന്താണ് ഫാൾ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫാൾ ഓഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ക്വാണ്ടിറ്റിയിലോ ക്വാളിറ്റിയിലോ കുറവ് വരുന്നതിന് നമ്മൾ ഫാൾ ഓഫ് എന്ന് പറയുന്നത്. മൂവ് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും സ്ഥലത്തേക്ക് താമസം മാറ്റുക അല്ലെങ്കിൽ ജോലി സ്ഥലം മാറ്റുകയോ ചെയ്യുന്ന നമ്മൾ മൂവിൻ എന്ന് പറയുന്നത്. ക്ലിയർ അപ്പ് എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏതെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്ത് വിശദീകരിച്ച് പറയുന്നത് നമ്മൾ ക്ലിയർ അപ്പ് എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ഈ പറയുന്ന ടേൺ അപ്പ് ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓക്കെ, ടേൺ അപ്പ് ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ടേൺ അപ്പ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത് നോക്കാം, ഫൈൻഡ് സിനോണിം ഓഫ് ദ വേർഡ് അമേക്കബിൾ. അമേക്കബിൾ ഉണ്ട്, അമേബിൾ ഉണ്ട്. അമേക്കബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്ലി. ഇവിടെ ഫ്രണ്ട്ലി ആണ് കറക്റ്റ് ആൻസർ. ഇനി അമേബിൾ എന്ന് ചേർത്ത് എന്താ? സോഷ്യബിൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ഓപ്പോസിറ്റ് ടു ദ വേർഡ് കോഷ്യസ്. കോഷ്യസ് എന്ന് പറയുന്ന അർത്ഥം നൽകുന്ന വാക്കിനകത്ത് ഏതാണ്? അർത്ഥമല്ല, ഓപ്പോസിറ്റ് ആണ്. ക്വസ്റ്റിനൊക്കെ ശരിക്കും വായിക്കണം, ഓപ്പോസിറ്റ് മീനിങ് തരുന്നത്. അപ്പൊ കോഷ്യസ് എന്ന് വെച്ചാൽ കെയർഫുൾ എന്നർത്ഥം. അപ്പോൾ ഓപ്പോസിറ്റ് എന്തായിരിക്കണം? കെയർലെസ് എന്നാവണം. അങ്ങനെ കെയർലെസ് എന്ന് പറയുന്ന വാക്കില്ല, സോ അതിന് പകരമായിട്ട് റെക്ലെസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കെയർലെസ് അല്ലെങ്കിൽ റെക്ലെസ് എന്ന് വെച്ചാൽ ഒരേ അർത്ഥമാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് കോഷ്യസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. കോഷ്യസ് എന്നതിന്റെ മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെയർഫുൾ എഴുതണം. ഇനി അടുത്ത ചോദ്യം നോക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്ലി സ്പെൽ. കാറ്റസ്ട്രോഫി എന്ന് പറയുന്ന വാക്കിന്റെ ശരിയായ സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എന്ന് പറയുന്നത് ഏതായിരിക്കും? സി എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്, കാറ്റസ്ട്രോഫി എന്ന് പറയുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നോക്കാം, ഫൈൻഡ് വൺ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഹാസ് നോ മണി. അല്ലേ? അപ്പൊ ദരിദ്രൻ, പാവപ്പെട്ടവൻ എന്നർത്ഥം വരുന്ന ഇതാണ്. ഏതായിരിക്കും? പോപ്പർ. നമ്മൾ പാപ്പർ എന്ന് പറയത്തില്ല, അത് തന്നെ പോപ്പർ. അല്ലേ? ഇതാണ് കറക്റ്റ് ആൻസർ. സ്റ്റേൽ എന്ന് വെച്ചാൽ എന്താ? ഫ്രഷ് അല്ലാത്തത്, പഴകിയത് എന്നാണ് സ്റ്റേൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എജൈൽ എന്ന് വെച്ചാൽ എന്താ? വളരെ പെട്ടെന്ന് ചലിക്കാൻ പറ്റുന്നത്, അതാണ് എജൈൽ. പാസർ ബൈ എന്താ? കടന്നു പോകുന്ന ആള് അല്ലെങ്കിൽ വഴിയാത്രക്കാരൻ എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടുത്തെ കറക്റ്റ് ആൻസർ പോപ്പർ ആണ്. അടുത്തത്, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ ഐഡിയോമാറ്റിക് എക്സ്പ്രഷൻ റൗണ്ട് ദ കോർണർ. റൗണ്ട് ദ കോർണർ എന്ന് പറയുന്ന ഐഡിയോമാറ്റിക് എക്സ്പ്രഷന്റെ മീനിങ് എന്തായിരിക്കും? വെരി നിയർ എന്നാണ്. വെരി നിയർ, വളരെ അടുത്ത് ആണ്. വളരെ അടുത്ത് സംഭവിക്കാൻ പോകുന്നതിന് നമ്മൾ വെരി റൗണ്ട് ദ കോർണർ എന്ന് പറയുന്നത്. ഇപ്പോൾ അടുത്തത് നോക്കാം, ചൂസ് ദ കോമ്പൗണ്ട് വേർഡ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ബിലോ. ഇതിനകത്ത് കോമ്പൗണ്ട് വേർഡ് ആയിട്ട് വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വേർഡ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിൽ കൂടുതലോ വാക്കുകൾ കൂടി ചേർന്ന് വേറൊരു അർത്ഥം നൽകുന്നതിന് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ടേബിളും സീലിങ്ങും കമ്പ്യൂട്ടറൊക്കെ ഒരേ സിംഗിൾ വേർഡ് ആണ്. എന്നാൽ ഹോൾ വേ എന്ന് പറയുമ്പോൾ ഹോൾ എന്ന് പറയുന്ന വാക്ക്, വേ എന്ന് പറയുന്നത് വേറൊരു വാക്ക്, അതിനോട് ചേർന്ന് ഹോൾ വേ എന്നായി. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത് നമുക്ക് നോക്കാം, വാട്ട് ഇസ് ദ ഫീമെയിൽ ടൈഗർ കാൾഡ്. ടൈഗറിന്റെ ഫീമെയിൽ എന്താണ്? ടൈഗ്രസ് ആണ്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത്, എ പ്രിഫിക്സ് ഈസ് ലെറ്റേഴ്സ് ദാറ്റ് കം ഓൾ ദ ഡാഷ് ഓഫ് എ വേർഡ്. പ്രിഫിക്സും സഫിക്സും നമുക്കറിയാം. പ്രിഫിക്സ് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ മുന്നിൽ വരുന്ന, സോ ബിഗിനിങ്, തുടക്കത്തിൽ വരും. ഇതാണ് കറക്റ്റ്. സഫിക്സ് എന്ന് പറയുമ്പോൾ എൻഡിങ്. ഓക്കെ, അപ്പം ഇതാണ് കറക്റ്റ് ആൻസർ. ബിഗിനിങ് ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, പ്രിപ്പയർ ദ ഡാഷ് ഓഫ് യുവർ റിസർച്ച് വർക്ക്. അപ്പൊ നിങ്ങൾ റിസർച്ച് വർക്കിന്റെ സിനോപ്സിസ് തയ്യാറാക്കാനാണ് പറയുന്നത്. സിനോപ്സിസ് എന്ന് പറയുമ്പോൾ 2 സിനോപ്സിസ് ഉണ്ടെന്ന് SIS അവസാനിക്കുന്നു, ഒന്ന് SES അവസാനിക്കുന്നു. SES എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്, പ്ലൂറൽ ഫോം ആണ് നമ്മൾ SES എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിംഗിൾ എന്ന് പറയുമ്പോൾ SIS ആണ്. അതുപോലെ ക്രൈസിസ്, നമുക്ക് ക്രൈസിസ് എന്നും പറയും, ക്രൈസസ് എന്നും പറയും. അത് SIS അവസാനിക്കുന്ന വാക്കിന്റെ പ്ലൂറൽ ഫോം എപ്പോഴും SES ആയിരിക്കും. അല്ലെങ്കിൽ SES എന്ന് അവസാനിക്കുന്ന പ്ലൂറൽ ഫോമിന്റെ സിംഗുലർ ഫോം എപ്പോഴും SIS എന്നായിരിക്കും. ഇവിടെ നമ്മുടെ റിസർച്ച് വർക്കിന്റെ സിനോപ്സിസ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അത് സിംഗുലർ ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. സോ A ആണ്, ഒരാളുടെയാണ് വേണ്ടത്. അപ്പൊ സിംഗുലർ ആയിരിക്കും. അപ്പോൾ സിനോപ്സിസ്, ഇതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഒരു ചോദ്യം തരുമെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി എൻ്റെ ആൻസർ അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് സൂചിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഇതാണ്. ഇതിനകത്ത് ഏതായിരിക്കും ശരിയായിട്ടുള്ള ആൻസർ ഒന്ന് രേഖപ്പെടുത്തുക. നമ്മൾ അത് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടി
അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.